നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിനി ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം ഒന്ന് പ്രവചിച്ച് നോക്കാം. അപ്പം ഇന്നത്തെ ഉത്സവ ചടങ്ങുകളെ കുറിച്ചും ഒന്ന് പറയാം കേട്ടോ. ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇന്നാണ് ഭഗവാന്റെ ഉത്സവ ബലി. രാവിലത്തെ കാഴ്ചശീലിയൊക്കെ വളരെ ഗംഭീരമായിട്ടായിരുന്നു. പന്തിരടി കഴിഞ്ഞിട്ടാണ് ഉത്സവ ബലി ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഉത്സവ ബലിയൊക്കെ കണ്ടു തൊഴുന്നത് വളരെ വിശേഷമാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉത്സവ ബലിയൊക്കെ കഴിയാനായിട്ട് ഏകദേശം 4:30 സമയമൊക്കെ എടുക്കും. അതിനുശേഷമാണ് ഉച്ചപൂജ വരണത്. പിന്നെയൊക്കെ സാധാരണ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയാണ് കേട്ടോ. അതായത് വൈകിട്ട് ശ്രീഭൂതബലിക്ക് ഭഗവാനെ പഴുക്കാമണ്ഡപത്തിൽ വടക്കേ നടക്കിയ ചുറ്റമ്പലത്തിനകത്തായിട്ട് എഴുന്നള്ളിച്ച് വെക്കും. പിന്നെ വിളക്കെഴുന്നള്ളിപ്പൊക്കെ സാധാരണ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ടാണ് നടക്കുക. ഇതൊക്കെ ക്ഷേത്രത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി പുറത്തും ഓരോരോ വേദികളിലായിട്ട് കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് തിരുവാതിരക്കളി ഉണ്ട്, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ അതേപോലെ തന്നെ അഷ്ടപതി, നാഗസ്വര കച്ചേരികൾ, ഭരതനാട്യം, പലതരത്തിലുള്ള നൃത്താവിഷ്കാരങ്ങൾ. പിന്നെ ഇന്ന് ബിഹു ഉണ്ട് കേട്ടോ. ബിഹുവിനെ കുറിച്ച് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിലെ മോഹിനിയാട്ടം പോലെ തന്നെ അസാമിലെ അവരുടെ കലാരൂപമാണ് ഈ ബിഹു എന്ന് പറയുന്നത്. അതുപോലെ സ്പോർട് ഡാൻസ്, സത്രിയ, ഇതൊക്കെ വൈകുണ്ഠം വേദിയിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭക്തി ഗാനമേളയുണ്ട്, കഥകളിയുണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഭഗവാനെയും തൊഴാം, ഈ കലാപരിപാടികളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഗുരുവായൂർക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അലങ്കാരത്തിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ ഭഗവാനെ ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട് മുട്ടുകുത്തി നിവർന്ന് നിൽക്കുന്ന രീതിയിലായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷെ 2 പേരുടെ പേരിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് രഞ്ജി എന്ന് പറഞ്ഞ ഭക്തയാണ്. വെണ്ണയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ഭഗവാനായിട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അതേപോലെ സലില എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ത പറഞ്ഞിട്ടുണ്ട്, മുട്ടുകുത്തി ഇരുന്നിട്ട് വെണ്ണയുണ്ണുന്ന ഉണ്ണിക്കണ്ണനാവുന്നു. ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചതാണ് ഈ 2 പേരുടെ പേരും ഇന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. 2 പേരുടെ അടുത്തും ഒരുപാട് സന്തോഷം അറിയിക്കാൻ കേട്ടോ. പിന്നെ ഈ കമന്റ് ചെയ്യുന്ന സമയത്ത്, അലങ്കാരം കമന്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇതിന് ചുവടെയായിട്ട് മാത്രം കമന്റ് ചെയ്താലേ എനിക്ക് നോക്കി വരാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്ത കമന്റുകളൊന്നും എനിക്ക് എടുക്കാനായിട്ടും സാധിക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ അലങ്കാരം ഒന്ന് പ്രവചിച്ചു നോക്കാം. ഇന്ന് മാർച്ച് 7-ാം തീയതി ശനിയാഴ്ചയാണ്. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നടത്തുന്ന സമയത്ത് ഭഗവാൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ.